ആത്മനമസ്കാരം. സാധനകൾ ചെയ്യുമ്പോൾ പലപ്പോഴായി നമുക്ക് സാധനകൾ മുടങ്ങുന്നു. അത് എന്തിൻ്റെ ലക്ഷണമാണ് എന്ന് ചോദിച്ചാൽ ആ വിദ്യയോട് താല്പര്യമില്ലാത്തതാണ്. ആ പരിശീലനത്തിൽ മനസ്സ് അടങ്ങുന്നില്ല. മനസ്സ് പാകമായാൽ സാധനയുടെ ആവശ്യമില്ല. അവനവനെ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ എന്തറിവാണുള്ളത്? വിശപ്പുള്ളവനെ ആഹാരത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട്? ദൈവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടല്ലേ? അതുപോലെ പ്രാണനിൽ പ്രാധാന്യം കൽപ്പിക്കണം. കാരണം വിദ്യ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ആത്മാവിനെ ശുദ്ധീകരിച്ച് പ്രകാശ രൂപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സാധന. ഞാൻ ആത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സാധന ഉടൻ നിർത്തുക. ബ്രഹ്മഭാവന തുടരുക. ഞാൻ ആ സ്വരൂപമാണെന്നും സ്വരൂപസ്ഥിതിയിൽ അത് അനുഭവിക്കുക. സ്വരൂപസ്ഥിതി സ്ഥിരമായി അത് കൈവരിക്കണം. സ്വരൂപസ്ഥിതിയെ അതിൽ ലയിച്ച് അതിനെ അനുഭവിച്ചറിയണം. മറ്റാർക്കും അതുള്ളതല്ല, അവനവന് വേണ്ടി ഉള്ളതാണ്. അപ്പോഴാണ് ഞാനിൻ്റെ ഇരിപ്പിടത്തിൽ നാം തന്നെ അപ്പോൾ പ്രവേശിക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കുന്നു? ഞാൻ എങ്ങനെ പ്രവേശിക്കും? ഇതെല്ലാം സാധനയിൽ കൂടി നമുക്ക് പെട്ടെന്ന് ഉയരങ്ങളിൽ എത്താൻ കഴിയും. ആ സ്വസ്വരൂപം തന്നെയാണ്. അത് എവിടെ എത്തിയിരിക്കണം, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഞാനിനെ ഇരിപ്പിടത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല.